1 മാസം അവധിയെടുത്ത് വന്ന് ചെയ്ത സിനിമയാണെന്നാണ് ഞാൻ കേട്ടത്. ഇനിയിപ്പോ വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെയാണോ അതോ സിനിമയ്ക്കായിട്ട് തന്നെ തുടരാനാണോ? പലരും നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യമാണ്. DOP എന്റെ സുഹൃത്താണ്. അവരെ സ്ക്രിപ്റ്റ് വായിക്കുന്നത് വരെ അവൻ പറഞ്ഞു ഞാൻ സിനിമ ചെയ്യണം എന്ന് പറയുമ്പോൾ നീ ചെയ്യണ്ട, നീ ചെയ്യണ്ട, ഞാൻ ചെയ്യൂല, ഞാൻ DOP ചെയ്യൂല, അങ്ങനെയൊക്കെ പറഞ്ഞത്. 1 മുതൽ 10 വരെ പഠിക്കുന്നു, +2 ചെയ്യുന്നു, പിന്നെ ഡിഗ്രി ചെയ്യുന്നു, അങ്ങനെ പോവുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ഒരു കഴിവിനെ കണ്ടെത്തി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സിസ്റ്റം ശരിക്കും ഇല്ല. ഒരു ഫുട്ബോൾ കോച്ച് ആയിട്ടാണ് ഞാൻ ഇതിലാക്കിയത്. അപ്പോൾ അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ഓരോ ആൾക്കാർക്ക് ഓരോ അഡിക്ഷൻസ് ആണ്. അത് പക്ഷെ നല്ല രീതിയിൽ ഈ സമൂഹം യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇംഗ്ലീഷൊന്നും എന്നോട് ചോദിക്കരുത്, മലയാളം മാത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ചെറുതാണെങ്കിൽ കൂടി സിനിമയ്ക്ക് ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല, നമ്മൾ വിശ്വസിച്ചതിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മലപ്പുറത്ത് കാൽപന്ത് കളിയുടെ കഥയും അവിടെയുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ ഹൃദയസ്പർശിയായ കഥയൊക്കെ പറയുന്ന ബോളാഗോളം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിനിമയിലെ ടീമാണ്. സ്വാഗതം. താങ്ക് യു. ആദ്യം തന്നെ എനിക്ക് ഡയറക്ടറോടാണ് ചോദിക്കാനുള്ളത്. ഒരുപാട് സ്പോർട്സ് സിനിമകൾ മലയാളത്തിലുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്പോർട്സ് മൂവി അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ഈ സിനിമക്ക് ഫുട്ബോൾ മൂവികളുണ്ട്. ഫുട്ബോൾ മൂവികൾ ഇൻസ്പിറേഷണൽ സ്പോർട്സ് ഡ്രാമ ജോണറിലൊരു മൂവി ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് സ്പോർട്സ് ഇൻസ്പിറേഷണൽ ഡ്രാമ ജോണറിലൊരു മൂവിയാണ്. ഇത് ഈ സിനിമയുടെ പേര് നമ്മൾ കണ്ടെടുക്കുന്നത് തന്നെ ഫുട്ബോൾ ഈ ഭൂഗോളത്തിനൊപ്പം പിറന്ന കളിയാണ്, ബോളാണ് ഗോളം, ബോളാഗോളം എന്ന വാക്കിൽ നമ്മൾ എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമ പറയുന്നത് ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഡോക്യുമെന്ററിനെ ബേസ് ചെയ്തിട്ടാണ്, BBC റിപ്പോർട്ടിലുള്ള ഡോക്യുമെന്ററി ബേസ് ചെയ്തിട്ട് നാട്ടിലെ ഒരു യഥാർത്ഥ ഗ്രൗണ്ട് നഷ്ടപ്പെട്ട ഒരു നെഗറ്റീവായിട്ടുള്ള സ്റ്റോറിയെ കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കഥ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഫുട്ബോൾ മാത്രമല്ല, ഇതിനകത്ത് ലൈഫ് വരുന്നുണ്ട്. കാരണം നമ്മൾ ഫുട്ബോൾ ഇപ്പോൾ ഒരു 24 hours 2 മണിക്കൂറാണ്. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഒരു കളി പോലും 2 മണിക്കൂറാണ് വരുന്നത്. ബാക്കി 22 മണിക്കൂറും ലൈഫാണ്. അപ്പോൾ ഇത് പാസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഫുട്ബോളാണ്. ഫുട്ബോളിനും കളിക്കും ഇടയിലുള്ള, ഫുട്ബോളിനും ജീവിതത്തിനും ഇടയിലുള്ള കൊടുക്കൽ വാങ്ങലുടെ കഥയാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ടിക്കറ്റ് ഈസ് ടോക്കൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ എടുക്കുന്ന ഓരോ ടിക്കറ്റും നമുക്ക് സ്ക്രീനിൽ ഒരു സിനിമ കാണാം എന്നതിൻ്റെ അപ്പുറത്ത് റിയൽ ലൈഫിൽ ഒരു ഗ്രൗണ്ട് കൂടി ഇതിൻ്റെ വരുമാനത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൊസൈറ്റി നേരിടുന്ന പ്രശ്നങ്ങളെ ഒരു സിനിമ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആശയമാണ്. ആ സിനിമയിലൂടെ അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രബുദ്ധരായ കേരള സമൂഹത്തിന്റെ മുന്നിൽ കോർട്ടിൽ നമ്മൾ വെക്കുന്ന ഒരു ബോളാണ് ബോളാഗോളം എന്ന് പറയുന്ന സിനിമ. ഇപ്പം ഇതില് ഹീറോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ഇമോഷണൽ സീനുകളിലൂടെ ഞാൻ സിനിമ കണ്ട ആളാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്പോർട്സ് മൂവി എടുക്കുമ്പോൾ അതിലൊരു മെയിൻ ക്യാരക്ടർ ആയിട്ട് വരുമ്പോൾ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ പ്രത്യേകം എടുത്തിട്ടുണ്ടായിരുന്നോ ചെയ്യാൻ? തയ്യാറെടുപ്പുകൾ സ്വാഭാവികമായി ഒരു ഫുട്ബോൾ കോച്ച് ആയിട്ടാണ് ഞാൻ ഇതിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പം അങ്ങനെ ജേർണലിസത്തിന്റെ ഡയറക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, ഇന്ന കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്യണം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഫിറ്റ്നസ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞത് അത് ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു ഫിറ്റ്നസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് മലബാർ സ്ലാങ് ആണ് അടുത്തൊരു വെല്ലുവിളിയായിട്ട് വന്നത്. ഇതില് മലപ്പുറംകാരല്ലാത്തവരാണോ കൂടുതലും? ഞാൻ കോഴിക്കോട്, ഞങ്ങൾ രണ്ടുപേരും, ഞാൻ തൃശ്ശൂർ, കൊല്ലം. അപ്പൊ മലപ്പുറം സ്ലാങ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ലേ? ഇതില് ഹീറോയിൻ ആയിട്ടാണ് ചെയ്യണത്. ഒരു ത്രൂ മൂവിയിൽ ഫുൾ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സ്പോർട്സ് മൂവി പോലത്തെ ഒരു സംഭവം ചെയ്യുന്നത്? സ്പോർട്സ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണോ? സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അതൊക്കെ വിട്ടു. പക്ഷേ ഒരു ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ മൂവി ഒരു റിയൽ ഇൻസിഡന്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു മൂവി കൂടെയാണ്. അപ്പം അത്തരത്തിലൊരു ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ഇതിൽ ബേസ്ഡ് ഓൺ
ട്രൂ ഇവന്റ്സ് എന്ന് പറയുമ്പോഴേ അങ്ങനെ ഒരു യഥാർത്ഥ കാര്യം സിനിമയാക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ അതിന് പിന്നിലുണ്ട്. അതായത് ആളുകൾക്ക് അത്രത്തോളം അത് കണക്ട് ആണ്. നമ്മൾ ഈ യഥാർത്ഥ സംഭവങ്ങൾ സിനിമയാക്കിയിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് അറിയുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കെ അത് സിനിമയായിട്ട് ഓഡിയൻസിന് മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടിട്ടുള്ളത്? സത്യത്തിൽ ഈ റിയൽ ഇൻസിഡന്റ് എന്ന് പറയുന്നത് എൻ്റെ നാടായ കാപ്പ് എന്ന് പറയുന്ന നാടിന്റെ ഗ്രൗണ്ട് നഷ്ടപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ്. അത് തികച്ചും ഞങ്ങളൊക്കെ നിരാശപ്പെടുത്തി കളഞ്ഞിട്ടുള്ള ഒരു തീർത്തും നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷെ അതിനെ നമ്മളൊരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു നെഗറ്റിവിറ്റിന്റെ റിയൽ ഇൻസിഡന്റിന്റെ ഒരു 10% മാത്രമേ നമ്മൾ സിനിമക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ അതിനകത്തേക്ക് ഇമേജിനേറ്റീവായിട്ടുള്ള ഒരു കോച്ചിനെയും ശിഷ്യനെയൊക്കെ ആഡ് ചെയ്തിട്ട് അവരുടെ ഫാമിലിയിലൂടെയാണ് ഈ കഥ പോകുന്നത്. അല്ലാതെ ആ ഇൻസിഡന്റ് അവിടെ കിടക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻസിഡന്റ് എന്നെ ഫോക്കസ് ചെയ്യാതെ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഇമോഷണൽ കണക്ഷനിൽ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു വെല്ലുവിളി. അത് റിവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ നല്ല റിവ്യൂസ് വരുന്നുണ്ട്, ആളുകൾ കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതെ, സിനിമയുടെ അവസാനമൊക്കെ ഭയങ്കര ഇമോഷണൽ ആക്കി കളഞ്ഞു. നമ്മുടെ ചേട്ടൻ ഈ പ്രായം ഒന്നും തളർത്താതെ കണ്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഓൾ സിനിമ അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥ ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള ഒരു ഫുട്ബോൾ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു? അന്നത്തെ കാലത്ത് ഈ പന്ത് ഇംഗ്ലീഷൊന്നും എന്നോട് ചോദിക്കരുത്, മലയാളം മാത്രം. അപ്പോൾ അന്നത്തെ പന്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പന്തല്ല, കാറ്റടിച്ച് തുന്നണ മാതിരിയാണ്. ഈ ഷൂവൊക്കെ ഇട്ട തുന്നില്ല, അതേമാതിരിയുള്ള പന്താണ്. ഇന്നത്തെ പന്ത് ഇവിടുന്ന് അടിക്കുന്നതിന് മുന്നേ പോവും. അന്ന് നല്ല ബലത്തിൽ അടിക്കാനാണെന്നാലും പന്ത് പോവും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കളിച്ചിരുന്നു പഴയ കാലത്ത്. ഞാൻ സെൻട്രൽ ഫോർവേഡായിട്ടും ബാക്കായിട്ടും ഒക്കെ കളിച്ചിട്ടുണ്ട്. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അന്നില്ല. ആ കാലത്താണ് അതൊക്കെ. സിനിമയിൽ പറയുന്നുണ്ടല്ലോ. പറയുന്നു. അതെ, ശരിയാണ്. പന്തടിച്ചാൽ നീങ്ങാത്ത കാലങ്ങളാണ്. കാലിന് നല്ല ബലം വേണം. പെൻസിൽ കുത്താന്നൊക്കെ പറയുന്നു. വിരലൊക്കെ മുറിഞ്ഞു പോകും. പന്ത് കളിയിൽ പലതും ഉണ്ട്. പെൻസിൽ കുത്താന്ന് പറയും. നടുവിൽ കാല് നേരെ വെച്ചടിക്കും. അത് വേറെ നിങ്ങൾക്കൊന്നും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പടം കൊണ്ട് വിരലൊക്കെ പൊട്ടും, എല്ലൊക്കെ. ബൂട്ട് എവിടെ ബൂട്ട് ഇല്ലല്ലോ. ബൂട്ടില്ലാത്ത കളിയാണ്. പിന്നെയാണല്ലോ ബൂട്ടൊക്കെ വന്നത്. ഇപ്പം സൗകര്യമാണ്. അന്നും അതൊന്നുമില്ല. കാലുകൊണ്ട് അടിക്കണം, കാലൊക്കെ വീങ്ങും ചിലപ്പോൾ. ഇങ്ങനെയുള്ള സംഗതിയൊക്കെ ഹെഡ് കുത്തുക. ഹെഡൊക്കെ അടിക്കുമ്പോൾ തലപടൊക്കെ ഇതാവും. ആ പന്താ ജാതിയാണ്, ഇന്നത്തെ പന്തല്ല അത്. അങ്ങനെയാണ്. പിന്നെ ഈ പന്തിൽ ഞാൻ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം കളിക്കാൻ കുറേ കൂടി സുഖമാണെന്ന് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഫുട്ബോൾ പ്ലെയർ ആണല്ലേ? ഇപ്പം ഏതിനു വേണ്ടിയിട്ടാണ് കളിക്കുന്നത്? ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഞാൻ ഇപ്പോൾ നിലവിൽ പ്രൊഫഷണലായിട്ട് അത്ലറ്റിക്സ് കൊണ്ടുപോകുന്നുണ്ട്. ഒരു അത്ലീറ്റാണ്, സ്പോർട്സ് പേഴ്സൺ ആണ്. ഞാനിപ്പോൾ നിലവിൽ റഗ്ബി എന്ന് പറഞ്ഞൊരു സ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഗ്ബി പറഞ്ഞ സ്പോർട്ടിൽ ഞാൻ ലാസ്റ്റ് 2024 അണ്ടർ-18 ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പം ഈ ഹിസ്റ്റോറിക്കലായിട്ട് പറയാനാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് റഗ്ബി ഇന്ത്യൻ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ ആളാണ് ഞാൻ. പിന്നെ ഫുട്ബോൾ പണ്ടേ ഞാൻ കൂടെ കൊണ്ടുനടക്കുന്ന സാധനം. ഞാനൊരു 6-7 വർഷമായിട്ട് ക്രസൻറ്റ് എന്ന് പറയുന്ന ഒരു അക്കാഡമിയിൽ വർക്കൗട്ട് ചെയ്തിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് ചടഞ്ഞിരുന്നപ്പം പഠിച്ച സ്കിൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സിനിമയിൽ മെയിനായിട്ട് കണ്ടത്. ഫ്രീ സ്റ്റൈൽ ആണല്ലേ? അതെ, ഫ്രീ സ്റ്റൈലാണ്. എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് എത്തിപ്പെടുന്നത്? വളരെ യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണ്. വളരെ വേഗം എത്തിപ്പെട്ടതാണ്. യുനെസ്കോ ഒരു ദിവസം വിളിച്ചു. സംസാരിക്കുമ്പോൾ തന്നെ വാ പോരി, ഇങ്ങോട്ട് പോരി, കയറി പോരി എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. അങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിയതാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തൊത്തു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ ക്യാരക്ടർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് ഒരു സ്പോർട്സ് പേഴ്സൺ ആയിരിക്കണം, അതിൻ്റെ കൂടെ തന്നെ ആക്ടിങ്ങും കൊണ്ടുപോകണം. അപ്പോൾ രണ്ടും കൂടിയും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജുനേസ്കി അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ തൊത്തും മുത്തും തമ്മിലുള്ള കോമ്പിനേഷൻ ആണല്ലേ സിനിമ കൊണ്ടുപോകുന്ന ഒരു പ്രധാന ഘടകം. ഇങ്ങനെയുള്ള ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ആദ്യമേ നിങ്ങൾ അറിയുന്നവരാണോ അതോ ഇതിൽ വന്ന് വർക്ക് ചെയ്ത് സെറ്റിൽ വന്നിട്ടാണ്? രണ്ടാളും ഫിറ്റ്നസിന് ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. അതിനെ കൊണ്ട് തന്നെ അങ്ങോട്ടും കൂടെ സംസാരിക്കുമ്പോഴൊക്കെ അല്ലേ വർക്കൗട്ട് കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ സംസാരിക്കാറുണ്ട്. ഒരു മാസം അവധിയെടുത്ത് വന്ന് ചെയ്ത സിനിമയാണെന്നാണ് ഞാൻ കേട്ടത്. ഇനിയിപ്പോ വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെയാണോ അതോ സിനിമയൊക്കെ ആയിട്ട് തന്നെ തുടരാനാണോ? കഴിഞ്ഞ അവധിയിലാണ് സിനിമ വന്ന് ഷൂട്ട് ചെയ്തത്. ചെറിയ പ്രീ പ്രൊഡക്ഷനും ഷൂട്ടും ആ ഒരു ടൈമിൽ കഴിഞ്ഞു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷന് ഹാൻഡിൽ ചെയ്തത് അവിടുന്ന് ഓൺലൈൻ വഴിയായിരുന്നു. പിന്നെ ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷന് വെക്കേഷനിൽ വന്ന് പിന്നെ
ഈ റിലീസും കൂടി ഈ വെക്കേഷനിൽ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് സിനിമന്റെ ഒരു ടാഗ് ലൈൻ പാസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഫുട്ബോൾ ആണെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ടാസ്ക് ബിറ്റ്വീൻ വർക്ക് ആൻഡ് വെക്കേഷൻ ആയിരുന്നു. കാരണം നമുക്ക് വർക്ക് ചെയ്യണം, അതിന്റെ കൂട്ടത്തിൽ ഈ വെക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിലാക്സ് ചെയ്യേണ്ട ഒരു സമയമാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്നതാണ്, ഞാൻ ഫുട്ബോൾ ഫാനാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ടീമിന്റെ പോലും കളി കാണാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. കാരണം ഇന്നലെ 2:30 വരെ പിന്നെ ക്യൂബില് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടാസ്കുകളാണ്, നേരം പുലരുവരെ അങ്ങനത്തെ ഒക്കെ ടാസ്കുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കളി പോലും കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഒരു ഫസ്റ്റ് സിനിമ ചെയ്യാം. പലരും നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യമാണ്. DOP എൻ്റെ സുഹൃത്താണ്, അവരെ സ്ക്രിപ്റ്റ് വായിക്കുന്നത് വരെ അവൻ പറഞ്ഞു ഞാൻ സിനിമ ചെയ്യണം എന്ന് പറയുമ്പോൾ നീ ചെയ്യണ്ട, നീ ചെയ്യണ്ട, ഞാൻ ചെയ്യൂല, ഞാൻ DOP ചെയ്യൂല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് ഞാൻ അയച്ചുന്നത് സ്ക്രിപ്റ്റ് വായിക്കുന്നതാണ്. സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങിയ മുതൽ അത് അവൻ്റെ കൂടിയും കഥയാണ്. അപ്പോൾ പിന്നെ അവൻ ഇന്നായി. പിന്നെ പ്രൊഡ്യൂസർ നാട്ടിലുള്ള ഒരാളാണ്, അവർ ഇന്നായി. അങ്ങനെയാണ് സിനിമ ലൈവ് പ്രൊജക്റ്റ് ആകുന്നത്. അങ്ങനെ അത് ടാസ്ക് ആയിരുന്നു. പക്ഷെ സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ജിബ്രാൻ തന്നെ പറയും. കാരണം ഓന് 10ഓളം സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. ഓൻ ചെയ്ത സിനിമകളിൽ തന്നെ കാസ്റ്റുള്ള സിനിമകൾ, ഹൈ കാസ്റ്റുള്ള സിനിമകൾ വരെ പെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ സിനിമ അങ്ങനെയും കൂടിയാണ്. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ചെറുതാണെങ്കിൽ കൂടി സിനിമയ്ക്ക് ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല, നമ്മൾ വിശ്വസിച്ചതിന്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇത് സിനിമ ഞാൻ ആദ്യം മനസ്സിൽ കണ്ടതാണെങ്കിൽ കൂടി സ്ക്രീനിൽ അത് എത്തുന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ അധ്വാനം ഇതിനകത്ത് ആവശ്യമുണ്ട്. ലൈറ്റ് ബോയ് മുതൽ നമുക്ക് ഫുഡ് തരുന്ന ആൾ മുതൽ ഇതിനകത്തുള്ള നടീനടന്മാർ മുതൽ ഇതിനകത്ത് ഇപ്പോൾ ഗോപി സുന്ദർ സാറിനെ പോലെ ലെജൻഡറി മ്യൂസിഷ്യൻ ഉണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ പാട്ട് പാടുന്നത് 11 വയസ്സുകാരനായിട്ടുള്ള ഷാദിലുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിമാർക്കബിൾ സാധനമാണ്. ലെജൻഡറി മ്യൂസിഷ്യന്റെ പാട്ട് 11ാം വയസ്സിൽ പാടാൻ പറ്റുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമക്കകത്ത്, ചെറിയ സിനിമയാണെങ്കിൽ കൂടി അതിന്റെ ഭാഗമാകാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അല്ലെങ്കിൽ പുതിയ സ്വപ്നങ്ങൾ കാണാനൊക്കെ ഈ സിനിമ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ റിയലൈസ് ചെയ്ത കാര്യം, നമ്മളോട് ഒരു ഷോട്ടിൽ പാസേജ് പോയ ആളുകൾ വരെ നമ്മളോട് ചോദിക്കും, സാറേ നമ്മളെ സിനിമ എന്നാ ഇറങ്ങാന്ന് ചോദിക്കും. അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അത് അവരുടെയും കൂടി സിനിമയാണ്. ഒരു പാസ് പോയ ആളാണ്, മുഖം പോലും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അവരങ്ങനെ ഏറ്റെടുക്കുന്നുണ്ട്. അത്രമേൽ സിനിമ ആളുകൾക്ക് ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടത്തെ പിന്നെ സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. നമ്മൾ ഇതിനകത്ത് വേറൊന്നും ആലോചിച്ചിട്ടില്ല. സിനിമ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ സമൂഹം അത് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതൊക്കെ വരുംവരായികളാണ്. അത് വി ആർ റെഡി ടു ഫേസ് ദാറ്റ് ഈവൻ. പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പം ഇത്രയും പാട്ടുകളാണ് ഒരു സിനിമയിൽ വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ റാപ്പ് ഉണ്ട്, അല്ലാത്ത മ്യൂസിക് ഉണ്ട്, ഇമോഷണലി ഉള്ളതുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഇത്രയും പാട്ടുകൾ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ കാരണം? സിനിമ ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ BBC-ന്റെ ഡോക്യുമെന്ററിനെ ബേസ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് എന്തൊരു ഡോക്യുമെന്ററിയാണ്, അല്ലെങ്കിൽ ഇത് ലഹരിക്കെതിരെയുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊരു ഉപദേശക സിനിമയാണ്. എന്നാൽ ഇതൊരു ഉപദേശക സിനിമയേ അല്ല. വാഴ 2-ല് വളരെ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് തൂക്കിയിട്ട് നടക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അത്രക്ക് പറയുന്നുണ്ട്. പക്ഷെ ഈ സിനിമയും അത്തരത്തിലുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഈ സിനിമ അങ്ങനെ പോലും പറയുന്നില്ല. പക്ഷെ അത് വളരെ സോഫ്റ്റ് ആയിട്ട് കാണിച്ചുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു ഉപദേശക സിനിമയല്ല. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട ചേരുവകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അങ്ങനെയാണ് പാട്ടുകൾ വരുന്നത്. ആദ്യം സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ പിച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്കത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്തരം സിനിമ. കാരണം ഇത് പ്രോഫിറ്റിന് വേണ്ടിയുള്ള സിനിമയല്ല. കാരണം ഇതിന്റെ ടിക്കറ്റ് ഇതിന്റെ സിനിമയുടെ മുടക്കുമുതലിനപ്പുറത്തേക്ക് കളക്ട് ചെയ്യുന്ന കാശ് ഒരു ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ നമുക്ക് കിട്ടില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഒരു കൊമേഴ്ഷ്യലായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം യൂത്തിനോടാണ് ഇത് സംസാരിക്കേണ്ടത്. അപ്പോൾ യൂത്തിനോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു ഡോക്യുമെന്ററിയിൽ സിനിമ ചെയ്തിട്ട് ഒരു കാര്യമല്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ വേണം, അവർക്ക് ഇഷ്ടപ്പെട്ട സീക്വൻസസ് വേണം. അതൊക്കെ ഈ സിനിമക്കകത്ത് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് പാട്ടുകൾ വരുന്നത്. പാട്ടുകൾ നമ്മൾ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഒരു പാട്ടും ആവാം, ഇങ്ങനെ ഒരു റാപ്പ് ആവാം, ഒരു ലവ് സോങ് ട്രാക്ക് ഇടാം, ഒരു ഇമോഷനിൽ കണക്ട് ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ ഒരു വൈബുള്ള ഒരു പാട്ട്, നാട്ടുമ്പുറത്ത് ഒരു മലബാറിക് വൈബുള്ള ഒരു പാട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ലിറിക്ക് കൂടി എനിക്ക് എഴുതേണ്ടി വന്നു. ഞാൻ ലിറിസ്റ്റ് ഒന്നുമല്ല, എഴുത്തുകാരനും അല്ല. പക്ഷെ ഇങ്ങനൊരു സബ്ജക്റ്റ് ഈ സമൂഹത്തിൽ ഈ സമയത്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ എഴുതി തുടങ്ങുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് 5 പാട്ടുകൾ ഇതിനകത്ത് വന്നത്. പിന്നെ ഒരു പ്രൊമോ സോങ് അടക്കം, ഒരു ഫുട്ബോൾ സോങ് അടക്കം നമ്മൾ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ പാക്കേജിന് വേണ്ടി ചെയ്ത സിനിമയാണ് ഇത്. എന്റർടൈനിങ് ആയിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള 2 മണിക്കൂറുള്ള ഒരു സിനിമ
യിലൂടെ നമുക്ക് അത് ആളുകൾക്ക് ബോറടിക്കാതെ കാണുന്ന ഒരു സിനിമ, അതിന്റെ കാശ് നമ്മുടെ ഒരു സിനിമയിൽ കാണുന്നതോടൊപ്പം റിയൽ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഒരു ഇമ്പാക്റ്റ് കൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് പാട്ടുകൾ വരുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. അതിനകത്ത് ഫൈറ്റ് വരുന്നതും പ്രണയം വരുന്നതും ഇമോഷൻ വരുന്നതൊക്കെ ഒരു സിനിമ എന്താണ് ആളുകൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സിനിമയാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് കടമ്പ. എന്നെ സംബന്ധിച്ചുള്ളത് ഇതൊരു സിനിമയാക്കണം. നമുക്ക് ഡോക്യുമെന്ററിൽ പറയാം, പക്ഷെ അത് സിനിമ ആകിയാലുള്ള ആളുകൾ, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് സിനിമ കാണണം. അതാണ് അതിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടുകളടക്കം ഇതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോഴും ഇന്ത്യ എന്തുകൊണ്ടായിരിക്കും, ഇപ്പൊ കേബോ വെർദെ പോലെയൊക്കെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളടക്കം ലോകകപ്പ് കളിക്കുന്നുണ്ട്, ഇന്ത്യ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ലോകകപ്പിൽ എത്താത്ത? അത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രാഥമിക ഘട്ടം തൊട്ടേ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും? ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലെ കാര്യം തന്നെ പറയാം. ഞാനൊക്കെ ഒരു 10ാം ക്ലാസ് വരെ പറയുന്നു. ഒരു 9, 8, 9, 10 സമയത്തൊക്കെ നമ്മൾ 4 മണിക്ക് ചായ അടിച്ച് ഞാൻ നേരെ ഗ്രൗണ്ടിലേക്കാണ് പോകും. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ആ ഗ്രൗണ്ട് ഇല്ല. അതേപോലെ തന്നെ മക്കളിപ്പം 5 മണിക്ക് ചായ അടിച്ച് നേരെ ഫോണിലേക്ക് പോകുന്നതിന് വരെ നമ്മൾ നേരെ കൂട്ടുകാരുടെ അടുത്തേക്കാണ് പോകുക. അങ്ങനത്തെ ചെറുപ്പം മുതലേ സ്പോർട്സിനോടുള്ളൊരു എല്ലാവർക്കും ഒരു എഡിക്ഷൻ ഉണ്ടാവും. ഇപ്പം എൻ്റെ എഡിക്ഷൻ എന്ന് പറയുന്നത് സ്പോർട്സ് ഉണ്ട്, ആക്ടിങ് ഉണ്ട്, അതേപോലെ തന്നെ ജുനൈസ്ക്ക് ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു എഡിക്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ എഡിക്ഷൻസാണ് ഉള്ളത്. അത് പക്ഷേ നല്ല രീതിയിൽ ഈ സമൂഹം യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ സ്പോർട്സ് കൂടുതലും കുട്ടികൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവർ പ്രൊമോട്ട് ചെയ്യുന്നത് വേറെ പല കാര്യങ്ങളിലാണ്. നമ്മൾ സിനിമയിൽ കൂടെ തന്നെ പറയുന്നുണ്ട്. ഡ്രഗ്സ് ആയാലും അവരല്ലാത്ത കാര്യങ്ങളായാലും ഇതൊക്കെ നമ്മൾ സിനിമയിൽ കൂടെ ഒരുപാട് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇന്ത്യ കളിക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ ഫുട്ബോളിലേക്ക് ഒരു പ്രൊഫഷണൽ ലെവൽ ഫുട്ബോളിലേക്ക് ചിന്തിക്കുന്നത് തന്നെ നമ്മൾ 15, 16 വയസ്സിലാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ലമീൻ യമാൽ പോലത്തെ പ്ലെയേഴ്സൊക്കെ ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിച്ചോ എന്ന് പറഞ്ഞ് വിടുന്നതാണ്. പക്ഷെ നമ്മളെ വീട്ടിൽ പൊതുവെ പഠിക്കുക എന്നുള്ളൊരു സ്കീമിലേക്ക് പോകുന്നു. പക്ഷേ ടാലൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് പലപ്പോഴും പഠനത്തിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പ്രൊഫഷണലി ഫുട്ബോൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് കുറവാണ്. ഞാൻ സ്പോർട്സ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കിത് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പറ്റും. നമുക്ക് സപ്പോർട്ട് കുറവാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന സപ്പോർട്ട് കുറവാണ്. അതൊക്കെ ഞാൻ തോന്നുന്നു എനിക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യവും എല്ലാ രാജ്യവും നമ്മൾ കാണുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമില്ല. ഇത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു സിനിമയ്ക്ക് അപ്പുറം ഈ സിനിമ നൽകുന്ന സന്ദേശം എന്താ ഒരു സമൂഹത്തിന്? ഒരു ലഹരി ക്യാമ്പയിൻ പോലുള്ള അങ്ങനെ ഒരു സിനിമയല്ല, എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് ഇമോഷൻസ് ഇതിൽ കൂടെ വർക്കൗട്ടായി പോകുന്നുണ്ട്. പിന്നെ സമൂഹത്തിന് നൽകുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. അതായത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലഹരിയെ നമുക്ക് എന്തൊക്കെ വഴിയിൽ ഡിവൈറ്റ് ചെയ്ത് കൊണ്ടുപോയി നല്ല രീതിയിലേക്ക് നമുക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാം, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പലതരം അഡിക്ഷൻസ് ആണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇന്നത്തെ തലമുറ കൂടുതലും ലഹരിക്കാണ് അടിമപ്പെട്ടു പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. ഒരു വിഭാഗം അങ്ങനെയുണ്ട്. ഇപ്പം ഒരു 100% എടുക്കുവാണെങ്കിൽ നമുക്കതിനെ ഒരു 10% മാറ്റി വെക്കാൻ പറ്റും. ആ 10% മാത്രമേ നമ്മൾ ഓവറായിട്ട് അറിയുന്നു എന്നുള്ളതാണ്. ഇപ്പം കാശി പറഞ്ഞ പോലെ ഇപ്പം എന്തിനെയാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത് അർഹതപ്പെട്ട ഇടങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം പൊളിറ്റിക്കലി ആണെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിൽ പോലും ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ അതിനെ പ്രൊഫഷണലി പോയാൽ എത്രത്തോളം നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാരും ചിന്തിക്കാറില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. ഇപ്പം 1 മുതൽ 10 വരെ പഠിക്കുന്നു, +2 ചെയ്യുന്നു, പിന്നെ ഡിഗ്രി ചെയ്യുന്നു, അങ്ങനെ പോവുകയാണ്. ഇതിലിടയിൽ നമ്മുടെ ഒരു കഴിവിനെ കണ്ടെത്തി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സിസ്റ്റം ശരിക്കും ഇല്ല, അല്ലേ? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വർക്കൗട്ട് ആവും. അപ്പൊ അങ്ങനെ വർക്കൗട്ട് ആകണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കാണുന്ന ഏതൊരു പേരൻസിനും തങ്ങളുടെ മക്കളെ അവർക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കില്ലേ ഈ സിനിമ? തീർച്ചയായിട്ടും ഒരു പാരന്റ് എന്നുള്ള നിലക്ക് എൻ്റെ മക്കളെയും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്കും മക്കള് പക്ഷേ ഫുട്ബോളിനോട് അത്ര താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അതെൻ്റെ സങ്കടം കൂടിയാണ്. കാരണം ഫുട്ബോൾ എനിക്ക് സ്പോർട്സിൽ അങ്ങനെ ഒരു പവർ ഉണ്ട്. ഫുട്ബോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മൈൻഡിനെ അല്ലെങ്കിൽ ഷാർപ്പാക്കും പറ്റും. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫുട്ബോൾ കളിക്കുന്ന സമയത്തോളം പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയും. കാരണം ഫുട്ബോൾ അങ്ങനെയാണ്, അത്രയ്ക്ക് സ്പീഡ് വേണ്ട ഗെയിമാണ്. അപ്പം വേൾഡ് കപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, കാണാറുണ്ടോ? ഫാൻസ് ആണോ ആരുടെയെങ്കിലും ഒക്കെ? ബ്രസീലിന്റെ ഫാനാണ്.
ബ്രസീൽ ഫാൻ. അർജന്റീന ഫാൻസ് ഒന്നും ഇല്ല? ഇതിന്റെ ഫാൻസ് ഒന്നും ടീം വൈസ് ഞാൻ അർജന്റീനയാണ്. അർജന്റീന. പേഴ്സൺ വൈസ് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ. ഓ അത് ശരി. റൊണാൾഡോ കപ്പടിക്കും ഇപ്രാവശ്യം എന്താ തോന്നുന്നത്? 41 വയസ്സിലും കളിക്കുന്നുണ്ട്, ചെറിയ കാര്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ. എന്തായാലും ഈ സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമായി തന്നെ മുന്നേറാൻ സാധിക്കട്ടെ. Thank you. ഓക്കെ, താങ്ക് യു.